ഹായ് ഓൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ ഫേസ്ബുക്ക് ഒന്ന് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് കണ്ട അടിപൊളി അടാർ ഐറ്റത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. ആ ഒരു വിഭവം അത്രയ്ക്കും ടേസ്റ്റ് ഉണ്ടോ എന്ന് ട്രൈ ചെയ്ത് നോക്കി കേട്ടോ. ഒന്നും പറയാനില്ല, അത്രയ്ക്കും ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിന് മുന്നായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് പ്രധാന ബെല്ലൈക്കുള്ള ഓൾ എന്ന ഓപ്ഷനും കൂടി എനേബിൾ ചെയ്യണേ. അപ്പോഴാണ് ഞാൻ അയക്കുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ ഫോണിലേക്കായിട്ട് വരുള്ളൂ. അപ്പോൾ ഈ ഒരു ഐറ്റം തയ്യാറാക്കാനായിട്ട് ഞാൻ ആദ്യം മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. മൺചട്ടി നല്ലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇഞ്ചി ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ അരിമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ പച്ചമുളക് ഉണ്ടെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ അരിമുളക് എനിക്ക് ഒരുപാട് ഇഷ്ടമായതുകൊണ്ട് ചേർത്താണ് കേട്ടോ. അതൊരു 4 നടുകർ ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ 2 സവാള വളരെ തിന്നായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ഇതിലേക്കായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സായി കൊടുക്കണം. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ അളവിൽ ഉലുവയാണ് കേട്ടോ. ഉലുവയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ളി നല്ലപോലെ ഒന്ന് മൂത്ത് വരാനായിട്ട് വിടണം. FBയിൽ കണ്ടപ്പോൾ ഇത്രയ്ക്കും ടേസ്റ്റ് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ. എപ്പോഴും കിട്ടുന്ന ഒരു ഐറ്റം ആണെങ്കിൽ ഞാൻ ഈ ഒരു രീതിയിൽ ഞാൻ വെച്ച് നോക്കിയിട്ടില്ല കേട്ടോ. ഈ ഒരു കറി ഉള്ളി ഒന്ന് വഴണ്ടി വന്നാൽ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ കുറച്ചുകൂടി നല്ല കളർ കിട്ടും കേട്ടോ. സാധാരണ മുളക് പൊടിക്ക് അത്ര കളറൊന്നും കിട്ടില്ല, പക്ഷേ എങ്കിലും ടേസ്റ്റിനൊന്നും ഒരു മാറ്റവും ഇല്ല. കാശ്മീരി ചില്ലി പൗഡറാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ 2 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡർ ചേർത്താൽ മതിയാകും. പൊടികളൊക്കെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് നല്ല പോലെ തന്നെ എണ്ണയിലെ പൊടികളുടെ പച്ചമണം മാറി വരുന്നവരെ ഇളക്കി കൊടുക്കണം കേട്ടോ. പൊടികളുടെയൊക്കെ പച്ചമണം മാറി വന്നാൽ പിന്നെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് തക്കാളിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ 3 തക്കാളി വളരെ തിന്നായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ 3 തക്കാളി അരച്ചിട്ടും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഈ തക്കാളി നല്ലപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം നല്ലപോലെ വെന്തുടഞ്ഞ് വരണം കേട്ടോ. എന്നിട്ടാണ് നമ്മളിതിലേക്ക് ഫിഷ് ചേർക്കുന്നത്. തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് കല്ലുപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ കൂടെ തന്നെ ഇത് ഈ ഒരു കയ്യിലളവിൽ 3/4 കയ്യിൽ ഞാൻ സുർക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതായത് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നല്ല പോലെ തന്നെ ഇതൊന്ന് ഇളക്കിയെടുക്കണം. പിന്നെ നമ്മളിതിലേക്ക് പുളി ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതൊന്ന് കവർ ചെയ്ത് വെച്ചിട്ട് നല്ലപോലെ പേസ്റ്റ് പരുവത്തിൽ വേവിച്ചെടുക്കണം. ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ തക്കാളിയെല്ലാം. ഇനി നമുക്കിതിലേക്ക് കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ആ ഒരു ഫിഷ്, അതായത് മത്തിയാണ് കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത്, അതിലേക്കായിട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് മിക്സായി കൊടുത്തതിന് ശേഷം ഇതൊന്ന് കവർ ചെയ്തിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാനായിട്ട്. ചോറ് കഴിക്കുന്ന സമയത്ത് നമുക്ക് ഉപ്പേരിയുടെയോ അതുപോലെ തന്നെ മീൻ പൊരിച്ചതിൻ്റെയോ ഒന്നും ആവശ്യമില്ല കേട്ടോ. അത് ഈ ഒരു കറി മാത്രം മതി. ഇങ്ങനെ മീൻ വറ്റിച്ചത് മാത്രം മതി. നല്ല ടേസ്റ്റാണ്. ഇനി ഇതൊന്നും കൂടി കവർ ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഏറ്റവും ലോ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് കൂടി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളുടെ ഐറ്റം റെഡി ആയിട്ടുണ്ട് കേട്ടോ. മത്തി വെച്ചിട്ട് ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ. താങ്ക്